ഈ കാണുന്ന 200 വാട്ട്സ് ഔട്ട്പുട്ട് കിട്ടുന്ന ക്ലാസ് ഡി ആംപ്ലിഫയർ കിറ്റാണ്. സബിന് 100 വാട്ട്സ് ഔട്ട്പുട്ടും ലെഫ്റ്റ് റൈറ്റ് 2 ചാനലുകൾ കൂടി 50+50 അങ്ങനെ ടോട്ടലായിട്ടാണ് 200 വാട്ട്സ്. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയർ കിറ്റിന് ഏകദേശം 1300 സംതിങ് ആണ്. അതുപോലെ ഈ ഒരു ആംപ്ലിഫയർ 12 വോൾട്ടിലും 24 വോൾട്ടിലും വർക്ക് ചെയ്യാം. മാക്സിമം ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ 24 വോൾട്ടിൽ വർക്ക് ചെയ്യണം. അപ്പോൾ ഈ 2.1 ആംപ്ലിഫയർ കിറ്റിൻ്റെ കൂടെ ഇതിന് വേണ്ട എല്ലാ സാധനങ്ങളും സ്പെയറുകളെല്ലാം ഉണ്ട്. വോളിയം കൺട്രോളിൻ്റെ നോബ്, പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള സ്ക്രൂ കിറ്റ്, ഒരു സ്ക്രൂ ഡ്രൈവറും കിട്ടുന്നുണ്ട് ഇതിൻ്റെ കൂടെ. അതുപോലെ ഈ ഒരു ആംപ്ലിഫയർ ബോർഡ് നമുക്ക് ക്യാബിനറ്റിൽ പിടിപ്പിക്കാൻ വേറെ ക്യാബിനറ്റും മേടിക്കേണ്ട കാര്യമില്ല. അതെല്ലാം ഈ ഒരു കിറ്റിൻ്റെ കൂടെ കിട്ടും. ഈ കാണുന്ന 2 പ്ലേറ്റ് ഇത് ആംപ്ലിഫയർ ബോർഡിൻ്റെ മുകളിലും താഴെയും വെച്ച് സ്ക്രൂ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ 2 പ്ലേറ്റ് ആംപ്ലിഫയർ ബോർഡിൻ്റെ മുകളിലും താഴെയും വെച്ച് സ്ക്രൂ ചെയ്ത് കഴിയുമ്പം ഇത് കറക്റ്റ് ഒരു ബോക്സ് ഷേപ്പിലായി കിട്ടും. ഈ ഒരു കവർ പ്ലേറ്റിൽ തന്നെ ഇതിൻ്റെ സ്പീക്കർ ഔട്ട്പുട്ടിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ആംപ്ലിഫയർ ബോർഡിൽ തന്നെ ഇൻബിൽട്ടായിട്ട് ബ്ലൂടൂത്ത് മൊഡ്യൂളും ഉണ്ട്. അതുപോലെ ഓക്സ് ഇൻപുട്ടിനുള്ള സോക്കറ്റും ഈ ഒരു ബോർഡിൽ തന്നെയുണ്ട്. അപ്പോൾ ഈ ഒരു കിറ്റ് വാങ്ങുവാണെങ്കിൽ ആംപ്ലിഫയർ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യാനുള്ള 12 വോൾട്ടോ അല്ലെങ്കിൽ 24 വോൾട്ടോ സപ്ലൈ കൊടുക്കുക, പിന്നെ 2 സ്പീക്കറും ഒരു സബ്വൂഫറും കണക്ട് ചെയ്യുക. പിന്നെ ഈ ഒരു കിറ്റിൻ്റെ കൂടെയുള്ള സാധനങ്ങളെല്ലാം ഈ ഒരു ബോർഡിലേക്ക് ഫിറ്റ് ചെയ്ത ആംപ്ലിഫയർ. അപ്പോൾ 200 വാട്ട്സ് ഔട്ട്പുട്ട് കിട്ടുന്ന ഈ ഒരു ക്ലാസ് ഡി ആംപ്ലിഫയർ കിറ്റിന് ഏകദേശം ഒരു 1300 ആ റേഞ്ചിൽ കിട്ടുന്നതാണ്. പിന്നെ ഇതിൻ്റെ തന്നെ റേറ്റ് കൂടിയതും കുറഞ്ഞതായിട്ടുള്ള ബോർഡുകൾ വേറെയും മേടിക്കാൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ആംപ്ലിഫയർ കിറ്റ് ആവശ്യമുണ്ടെങ്കിൽ തൊടുപുഴയുള്ള കിഷോർ ഓഡിയോസ് ഈ ഒരു ഷോപ്പിൽ ചെന്നാൽ മതി. കൊറിയർ സർവീസ് ഉണ്ട്. കൊറിയറായിട്ട് സാധനം ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. ഈ ഷോപ്പുള്ളത് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം 150 മീറ്റർ ദൂരെയാണ്.